കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ, കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ? ഓ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനയ്ക്കക്കടവ് കേട്ടോ. മോനയ്ക്കക്കടവ് നമ്മുടെ കടൽ പാലം, അതിന്റെ മേലാണ് നിൽക്കണത്. നല്ല അടിപൊളി തേരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടെന്ന്. അപ്പോൾ നമ്മൾ ടൈം ഇപ്പോൾ 12:20, നല്ല ഉച്ച സമയത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് പോവാം. അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ പാലത്തു നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടാ, നേരെ കടലിലേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് നോക്കിയേ ചിപ്പികൾ കണ്ട, ചിപ്പികൾ നോക്ക്, ഫുള്ള് ചിപ്പികളാട്ടോ ഇവിടെ. പവിഴപ്പുറ്റുകൾ, ചിപ്പികൾ, അടിപൊളി സാധനങ്ങളാട്ടോ. ഇതിങ്ങനെ കുറേ കിടക്കുന്നുണ്ട് ആ ഭാഗത്തേക്കൊക്കെ. ഇവിടെ നോക്ക്, നോക്ക് ഇതുണ്ടോ, അടിപൊളി ശംഖുകൾ. അതുപോലെ നോക്ക്, ഓരോ വെറൈറ്റി ഡിസൈനിലാട്ടോ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫുള്ള് തന്നെ ഇത് ഈ കടലിൽ നിന്ന് ഇങ്ങനെ കയറി വരും കേട്ടോ. അതിങ്ങനെ എന്തായാലും നമുക്ക് കടലിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. അതാ നനഞ്ഞ്, എൻ്റെ ഷൂ നനഞ്ഞ്. നല്ല മണ്ണ് കേട്ടോ ഇവിടെ. നല്ല തെളിഞ്ഞ വെള്ളം. അല്ലേ, നല്ല അടിപൊളി വ്യൂ. എന്താ ഇതൊക്കെ വലിയൊരു പവിഴപ്പുറ്റ്. അത് കടലിൽ നടക്കി പോയിട്ടാ, അവിടെ പോയി കിടക്കട്ടെ എന്ന്. ഈ ബീച്ച് നോക്ക്, നല്ല കിടിലം വ്യൂ കേട്ടോ. കാലുമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഉണ്ടെന്നുള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. അപ്പോൾ ഈ മോനയ്ക്കക്കടവ് എന്ന് പറയുന്നത് നല്ല അടിപൊളി സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ഒരു വഴി പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ അതില്ലേ ആ അറ്റത്ത് അതുവരെ നമുക്ക് ബസ്സിൽ വരാം കേട്ടോ. അതായത് നമ്മളിപ്പോൾ കുന്നംകുളത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ കുന്നംകുളത്തു നിന്ന് ചാവക്കാട് ബസ് കയറാം. ചാവക്കാട് ബസ് കയറി കഴിഞ്ഞാൽ ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങിയിട്ട് അവിടുന്ന് മോനയ്ക്കക്കടവ് ബസ് ഉണ്ടാവും. അത് ചാവക്കാട് മോനയ്ക്കക്കടവിലേക്ക് ഏകദേശം 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ബസ്സിന്. ആ ബസ് കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടെ ലാസ്റ്റ് പോയിന്റ് കേട്ടോ. ഇവിടെ റോഡ് അവസാനിക്കുകയാണ്. ആ ലാസ്റ്റ് പോയിന്റിൽ ബസ് തിരിക്കുക. അവിടെ തിരിച്ചിട്ടൊരു 10 മിനിറ്റ് നേരം നിർത്തുക അവിടെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കണ്ടിട്ട് നേരെ ആ ബസ്സിലാണ് തിരിച്ചു പോകാം. കാരണം ഞായറാഴ്ച രാഗപ്പടിക്ക് കുറച്ച് ബസ്സുള്ളൂ മോനയ്ക്കക്കടവിലേക്ക്, 2-3 ബസ്സുള്ളൂ. അത് ഈ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് 2-3 ബസ് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ തിരിച്ച് 10 മിനിറ്റ് നിർത്തും. അപ്പോൾ നമുക്ക് കണ്ടിട്ട് അതിലാണ് കയറി പോകാം, അല്ലെങ്കിൽ അടുത്ത ബസ്സിൽ കയറി പോകാം. അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ 15 രൂപയുടെ ചാർജ് ഉള്ളൂ. പിന്നെ ചാവക്കാട് ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സൈഡ് സീന് അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ബസ്സിൻ്റെ സൈഡ് സീനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് വ്യൂ ഫുള്ള് കടലാണ്. ഒരു 7-8 കിലോമീറ്റർ ഫുള്ള് സൈഡ് സീന് കടലാണ്. അപ്പോൾ കടലിൻ്റെ കാറ്റും കടൽ കാഴ്ചകളും, പിന്നെ ഈ മുക്കന്മാർ വീടുകളുണ്ടാവും, ഓല വീടുകൾ, ഓട് വീടുകൾ, അങ്ങനത്തെ വീടുകളും, പിന്നെ ഈ കടൽക്ഷോഭത്തിൽ തകർന്ന കുറച്ച് വീടുകളുടെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ബസ്സിൽ വരുമ്പോൾ. നമ്മൾ ബൈക്കും വരുമ്പോൾ അത്രയ്ക്കായിട്ട് കാണാൻ പറ്റില്ല, എന്നാലും ആ ഒരു സൈഡ് കൂടെ തന്നെയാണ് വരിക. പിന്നെ ഇതൊരു പുഴയാട്ടത്, പുഴയാണ്, ഹാർബറും കാര്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് ഉണ്ട്. ബോട്ടുകളൊക്കെ ഈ വഴിക്കാണ് ഉള്ളിലേക്ക് കടന്നു പോവുക. അതുപോലെ ഉള്ളിൽ നിന്ന് കടലിലേക്ക് ഈ വഴി കൂടെയാണ് ബോട്ടുകൾ കടലിലേക്ക് കടന്നു പോവുക.
ഇത് വലിയ വലിയ കല്ലുകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുക കേട്ടോ. അത് നമ്മൾ സൂക്ഷിച്ച് നടക്കണം. അപ്പം നമ്മളിത് ആ അറ്റം വരെ പോവാം. നമുക്ക് നല്ല അടിപൊളിയാണ്. ഈ സൈഡ് ഇത് പുഴ കേട്ടോ. പുഴ വന്ന് കടലിൽ ചേരുന്ന സ്ഥലമാണ്. ഈ ബോട്ടൊക്കെ അവിടെയാണ്, ഹാർബർ ബോട്ട് കാര്യങ്ങളൊക്കെ അവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അറ്റത്തേക്ക് പോവാം. മറ്റേ സൈഡ് ഫുള്ള് തിര വന്ന് അടിക്കുന്നുണ്ട്. ഈ സൈഡ് ശാന്തമായി കിടക്കുക കേട്ടോ. നമ്മളിതാ നടന്ന് ഏകദേശം പകുതി ആയിട്ട് കേട്ടോ. കടൽപ്പാലത്തിൻ്റെ രണ്ട് സൈഡും, അല്ല ഈ സൈഡ് കടലും സൈഡ് പുഴയാണ്. നല്ല രസമുണ്ട് ഇതുകൂടെ നടക്കാൻ. ഈ പാറപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് നടക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്, വലിയ വലിയ പാറയൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ അവിടേക്ക്, ആ പോയിന്റിലേക്ക്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും കേട്ടോ. അവിടുന്ന് നല്ല കാറ്റ് വീശുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇതാ നല്ല അടിപൊളി സ്പോട്ട് കേട്ടോ. തിരിച്ചു നോക്കുമ്പോൾ ദ്വീപ് പോലെ തോന്നുക. നല്ല അടിപൊളി കാറ്റ് വീശുന്നുണ്ട്. അത് അവിടെ ഒരു ബോട്ട് കണ്ട അറ്റത്ത്, അവിടെ ഒരു ബോട്ടുണ്ട് അറ്റത്ത്. അതുപോലെ 2-3 ബോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, മീൻ പിടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും ചാവക്കാട് ബീച്ച് വരുമ്പോൾ മുനയ്ക്കക്കടവ് ഒരു കാരണവശാലും മിസ്സാക്കരുത് എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ കുറച്ച് റിസ്ക് ഉണ്ട് അങ്ങോട്ട് വരണമെങ്കിൽ, കല്ലുകൾ കണ്ടില്ലേ. പക്ഷെ എന്നാലും നമുക്ക് ഒരു 10-15 മിനിറ്റ് മെല്ലെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അറ്റത്തേക്ക് എത്താൻ പറ്റും. ഈ അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് കടലാണ്, ഫുൾ കടലിൻ്റെ സെൻറ്റർ ഭാഗം. അതായത് നമ്മൾ തിരയുള്ള ഭാഗമല്ലേ കണ്ടിട്ടുള്ളൂ, തിരയില്ലാത്ത ഭാഗം കാണാൻ പറ്റും. അവിടെ ഒരു ഇത് നിൽക്കണില്ലേ, അത് ലൈറ്റാട്ടോ. അത് ബോട്ടുകൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സിഗ്നലാണത്, സിഗ്നൽ പോയിന്റ്. അതാ അവസാനം അതാ ലാസ്റ്റ് ഇതിൻ്റെ അടുത്തെത്തി. ഓ നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ. ഇവിടെ തിരയുടെ ശബ്ദം കുറഞ്ഞു വരുന്നുണ്ട് പിടിക്ക്, വേറെ ശബ്ദങ്ങളൊന്നുമില്ല ഇവിടെ. കാം ആൻഡ് ക്വയറ്റ്. അവസാന പോയിന്റിലെത്തി നമ്മൾ. ഓ ഇളക്കമില്ലാത്ത കടല്. കരഭാഗം നോക്ക്, അവിടെ ഒരു രക്ഷയില്ല കേട്ടോ. നിസാമ അവിടെ നിന്ന് വരണ്ടേ, എൻ്റെ ഒപ്പം വന്നാണ് അവൻ മെല്ലെ വരും കേട്ടോ. ഓ കാറ്റെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളി കാറ്റ്, നൈസ് കാറ്റും അതുപോലത്തെ വ്യൂ, നല്ല അടിപൊളി. ഓ ഒരു രക്ഷയില്ല കേട്ടോ. ചുറ്റും നോക്ക്, കിട്ടില്ല ഒന്നും പറയാനില്ല. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. നൈസായിട്ടുണ്ട്, കിഡിലൻ സ്പോട്ടാണ്. അത് ഇവിടേക്ക് കരയ്ക്ക് പോവും. കണ്ട ഇതിലേക്ക് തന്നെ വരുന്നത്, കറക്റ്റായിട്ട് ഇതിലേക്ക് പോണത്. അല്ലെങ്കിൽ ഇതിന് അപ്പുറത്തേക്കും വഴിയില്ല, അപ്പുറത്തേക്കില്ല കേട്ടോ. ആ അതിൽ ഭക്ഷണം കഴിക്കണ്ടവര്. പേരെന്നൊക്കെ ഓർമ്മ കിട്ടണില്ലേ ഇപ്പൊ. എന്താലേ അത് അങ്ങടാണല്ലോ പോണ്.
അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോകണ്ട. ഇവിടെ വന്ന് കുറേ നേരം ഇവിടെ റെസ്റ്റ് എടുത്തു. ഈ ഒരു സ്പോട്ട് മറക്കാൻ പറ്റാത്തൊരു സ്പോട്ടായി മാറിക്കഴിഞ്ഞു അല്ലേ. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരണം അങ്ങോട്ട്. ഈ ഒരു ലൈറ്റ് പോയിന്റും അതുപോലെ ഈ ഒരു സ്പോട്ടും, കാരണം കടലിൻ്റെ അറ്റാന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. നീ ലാസ്റ്റ് പോയിൻ്റാണ്. സാധാരണ നമ്മൾ കടൽ കാണുന്നത് അവിടെയാണ്, ആ ബീച്ചിൻ്റെ അവിടെ ഇരുന്നിട്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വഴി ഇവിടേക്ക് എത്തിയത്. പിന്നെ കടലിൻ്റെ അവിടെ കളർ വ്യത്യാസമുണ്ട്. അത് ഈ പുഴ വന്ന് ചേരണതാ. ഈ പുഴ വന്ന് ചേരണ അവിടെ കണ്ട ഒരു കളർ വ്യത്യാസമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് വേറെ കളർ. ഇനി നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചതുപോലെ നമ്മൾ ഈ കല്ലിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നടക്കണ്ട. ഈ കല്ലെന്ന് പറയുമ്പോൾ വലിയ വലിയ കല്ലാട്ടോ. നമുക്ക് നടക്കാം. കല്ലിന് അത് സൂക്ഷിച്ച് നടക്കണം. നമ്മൾ ശ്രദ്ധിച്ചിട്ട് മെല്ലെ മെല്ലെ നടന്നാൽ മതി. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും. പരുന്തൊക്കെ വന്നിരിക്കുന്നു കേട്ടോ അവിടെ. ഇല്ല, അവിടെ ഇരിക്കുന്ന പരുന്ത്, സെൻറ്ററിൽ പരുന്തിരിക്കുന്നു. പരുന്ത് എവിടെ എത്തുമ്പോൾ പരുന്ത് പറക്കുന്നു, അതാണ് നമ്മൾ നോക്കണ്ടേന്ന്. ഒരു രക്ഷയില്ലല്ലേ, കിട്ടില്ല സ്പോട്ട്. ഇപ്പൊ പേടിയൊക്കെ പോയിന്ന്. ഇറങ്ങി കഴിഞ്ഞാ പിന്നെ അയ്യോ പരുന്ത് പറന്നു പോയിന്ന്. ആ ഇറങ്ങി കഴിഞ്ഞാ പിന്നെ പേടി പോയിന്ന്. ഇതൊക്കെ തെങ്ങിന്റെ എന്തോ ഇതാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ വരും. ഇത് ഞണ്ടുകളുണ്ട് കേട്ടോ സൈഡില്. ശോഭിക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് ശോഭിക്കുന്നുണ്ട് കടല്. ഇതിന്റെ ഈ സൗണ്ട് കേൾക്കാൻ തന്നെ എന്തൊരു ഇതല്ലേ. മറ്റേ സിനിമയിൽ പറഞ്ഞ ഇവറ്റുള്ള ശബ്ദം കേൾക്കാൻ തന്നെ എന്തൊരു. നല്ല അടിപൊളി മൈൻഡ്, നമ്മളെ ഫ്രഷ് മൈൻഡായി മാറും. അതാണ് ഇതിന്റെ മെയിൻ. വൈകുന്നേരം ആകുമ്പോൾ അത്ര വെയിലുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴും വെയിലുണ്ടെങ്കിൽ ചൂട് കുറവാട്ടോ. വെയിലിന് ചൂട് കുറവാ വെയിലിന്. അങ്ങനെ ഒരു ഇതുണ്ട്. നല്ല കാറ്റും ഉണ്ട്, അത് കാരണം ചൂട് കുറവാ. പരുന്ത് മീൻ എന്തേലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിരിക്കും. ചെറുതായിട്ടല്ല, നന്നായി വിശക്കുന്നുണ്ട്. ഇവിടെ പോണോടത്തുനിന്ന് ചെറിയ ഓലപ്പര പോലുള്ള വീട്ടിലെ ഊണുകൾ നല്ല ഫുഡ് ഉണ്ടാവും കേട്ടോ. അടിപൊളി മീനായിട്ടുള്ള ഫുഡുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കാണിച്ചു തരാം. മുനക്കക്കടവ്. ഇല്ല, അറിയില്ല. അതിന്റെ മുമ്പ് നമുക്ക് വെള്ളത്തേക്കൊന്ന് ഇറങ്ങണം. വെള്ളത്തേക്കൊന്ന് ഇറങ്ങാണ്ട് അവിടെ സൈഡിൽ. ഇവിടെ ഇറങ്ങാൻ പറ്റൂല, കരയുന്ന അവിടെ എത്തിയിട്ട്. ഇവിടെ വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റൂല, പേടിയാവും. ഇവിടുത്തെ വെള്ളത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കടലിലേക്ക് പോകുന്നു. പിന്നെ ഇവിടെ പെട്ടെന്ന് തിര വരിക. തിര എപ്പോഴാ പെട്ടെന്ന് കൂടും കുറയൊക്കെ ചെയ്യും ഇവിടെ. അത് കാരണം റിസ്ക്കാണ്. ഇതവിടെ മറ്റേ പരുന്ത് മീന് തിന്നതിൻ്റെ അവശിഷ്ടങ്ങൾ, ചെമ്മീൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ട് അവിടെ. ചെമ്മീൻ്റെ അവശിഷ്ടങ്ങൾ. തകഴി ശിവശങ്കരപ്പിള്ള. കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ, കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, 14 രാവിലെ പാലാഴിത്തിരകളിൽ മത്സ്യകന്യകമാരുടെ മാണിക്യ ചെപ്പു തരാമോ. ഓഹോ ഓഹോ. എടാ അതാ ഞണ്ട് 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 ഇവിടെ ഞണ്ടുണ്ട്. കുറെ ഞണ്ട്.
അതാ ഞണ്ട് നോക്ക്. എത്ര ഞണ്ടാ നോക്ക്. 1 2 3. ആ ഞണ്ടുകള് ഈ തിരയില് എങ്ങനെ ഞണ്ടുകള് തെര പെട്ടെന്ന് തെര വന്നു. ആ തെരയില് വരുന്നതാണ് ഞണ്ടുകള്. ഇപ്പറ സൈഡ് കുഴപ്പമില്ലല്ലേ? ഇപ്പറ സൈഡില് ഈ സൈഡ് തെര കുറവാ. പക്ഷെ ഇവിടുന്ന് പോവാൻ തോന്നണില്ല. അതപ്പോഴത്തെ ഒരു പ്രശ്നം. എത്ര കണ്ടിട്ടും മതിയാവണില്ല കടല്. എത്ര കണ്ടാലും മതി വരാത്തൊരു സാധനമാണ് കടല് അല്ലേ? ഏതോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ശരിയാട്ടാ. നമ്മളെത്ര നോക്കിന്നാലും ഇപ്പൊ അങ്ങോട്ട് നോക്ക്, തെര ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ കണ്ടാ. ആ ഈ കടലെന്ന് പറയാ അതാ പരുന്ത് അടുത്ത് നിക്കണ്. പരുന്തിനെ അത് വെയിലുള്ള നിക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതാ പോയി. അധികം ദൂരത്തേക്കൊന്നും പോവില്ല. ഈ കല്ലൊക്കെ എങ്ങനെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടാവില്ല? ഞാൻ ഇപ്പൊ അത് ആലോചിക്കണത്. അത് ഈ കല്ലുകളെ എങ്ങനെ ഇത്രയും വലിയ കല്ലുകള്. ഈ കല്ലുമൊക്കെ ഒരു ഓട്ട ഇതാ കടലിന്റെ അപ്പുറത്തേക്ക് കാണാണ്ട് നോക്ക്. ഇതാരെ തുളച്ചു വെച്ചതാ. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി നോക്ക്, നല്ല വ്യൂ കിട്ടുന്നുണ്ട്. നമ്മൾ അവിടെ നിന്നാട്ട് പോകുന്നത്. ഇപ്പൊ ഇവിടെ എത്തി, ഏകദേശം ഒരു പകുതി എത്തിണ്ടാവൂലേ? ഇനി പകുതി. പരുന്ത് അങ്ങോട്ട് പരുന്ത് നീങ്ങി നീങ്ങി പോവാ. ആ അപ്പോൾ ഞങ്ങൾ നടന്ന ഒരു മുക്കാഭാഗമായപ്പോൾ കുറച്ചൊരു റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാ കേട്ടോ. അപ്പോൾ അവിടുന്ന് 3 ബോട്ടുകൾ വരുന്നുണ്ട്. കാണിച്ചു തരാം. അവിടുന്ന് 3 ബോട്ടുകൾ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അത് സ്പീഡുണ്ട്. കെട്ടി വലിക്കണ്ട. അപ്പോൾ ഞങ്ങളിപ്പോൾ പകുതി എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് 3 ബോട്ട് മീൻ പിടിക്കാൻ പോയ 3 ബോട്ടുകൾ തിരിച്ചു വരുന്നത് കാണുന്നത്. അതാ പോണ്ട്. ആടാ കയറുണ്ട്, കയറ് കെട്ടിയുണ്ട്. ഈ ഫസ്റ്റത്തെ ബോട്ടും കയറ് കെട്ടിയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.